ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിസ്റ്റീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ നേരത്ത് ക്രിസ്റ്റീനെ പഠിച്ചൊക്കെ റഷ്യയില, പിന്നെ പുറത്ത് കുറച്ച് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കിരണിനോട് പറയുവാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എൻ്റെ വൈഫ് ഇതിൻ്റെ MD ആളിവിടെയില്ല, ഞാൻ ആളോടൊന്ന് ഡിസ്കസ് ചെയ്യാം, ഇയാളെ വെയിറ്റ് ചെയ്യാൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് കിരൺ നമ്മുടെ കല്യാണീനെ വിളിച്ച് പറയുവാണ്, ആൾ കുറച്ച് സ്മാർട്ടാണ്, കുറച്ച് മോഡേൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വേറെ എന്താ നോക്കാനുള്ള, ഒന്നും നോക്കാനില്ല, അപ്പോയിൻറ്റ് ചെയ്തോളാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും കിരൺ പറയുന്നുണ്ട്, നീ ഒന്ന് വന്ന് കണ്ടിട്ട് പറയും നിൽക്കുമ്പോൾ അതൊന്നും വേണ്ട, കിരണേട്ടൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് 100% ഓക്കെ എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് ജോലി കിട്ടിയ കാര്യം ക്രിസ്റ്റീന വന്ന് രാഹുലിനോട് പറയുവാണ്. രാഹുലിനോട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, സാറ് പേടിക്കണ്ട, 3 മാസത്തിനുള്ളിൽ രണ്ടുപേരും 2 വഴിക്കായിരിക്കും, അത് എനിക്ക് ഉറപ്പ് തരാം എന്ന് പറയുവാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എനിക്കെൻ്റെ മരുമോനെ തിരിച്ചു വേണം, വഴിതെറ്റി വന്നവളെ ഒന്നും ഇനി എൻ്റെ മരുമോൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല, പിന്നെ പോകുമ്പം കുഞ്ഞ് അവളുടെ കൂടെ തന്നെ പോവുകയും വേണമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്റ്റീന പറയുന്നുണ്ട്, കുഞ്ഞിപ്പോൾ ആരുടെ കൂടെ പോകുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, മാക്സിമം നോക്കാം, അല്ല മരുമോനെ വേണമെങ്കിൽ സാറിൻ്റെ മരുമോനെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ് കേട്ടോ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ക്രിസ്റ്റീനയുടെ ചോദ്യം. ആ സമയത്ത് നമ്മുടെ രാഹുൽ പറയാണ്, എൻ്റെ മരുമോൻ അവനെപ്പറ്റിയൊന്നും പറയാതിരിക്കാൻ നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും ക്രിസ്റ്റീന ചോദിക്കുന്നുണ്ട്, ഓ സാറിന് അബദ്ധം പറ്റിയെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ പറയുവാണ്, അതെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എൻ്റെ മരുമോനെ എത്രയും പെട്ടെന്ന് തിരിച്ച് നീ ശരിയാക്കി തരണം, ഇല്ലാത്ത കാശ് ഒപ്പിച്ചുകൊണ്ടാണ് നീയുമായിട്ട് ഈ ഡീല്, എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാർത്തിക ഓണത്തിന് വേണ്ടി പ്രകാശനോട് പറയാം, അമ്മയ്ക്ക് ഒരു സാരി സെലക്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് സാരി സെലക്ട് ചെയ്യുവാണ്. ആ സമയത്ത് ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കല്യാണിയുടെ അമ്മയും ചേച്ചിയും ഹസ്ബൻഡും കൂടെ ആ വഴി വരുവാണ് കേട്ടോ, കിരണും കൂടെ. അവരെ കാണുമ്പോഴത്തേക്കും പ്രകാശൻ ഇങ്ങനെ ഉറക്കെ പറയുകയാണ്, ഇച്ചിരിയോടെ വില കൂടിയ സാരി എടുക്കുക, നമ്മൾ ഈ തവണ ഓണം അടിച്ചു പൊളിക്കാൻ പോവല്ലേ മോളെ എന്നൊക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ഈ പ്രഹസനമൊക്കെ കാണുമ്പോഴത്തേക്കും കല്യാണിയുടെ അമ്മ കാർത്തിയോട് പറയുന്നുണ്ട്, ഇയാളെ ഒത്തിരി മോള് പ്രോത്സാഹിപ്പിക്കണ്ട, അത് മോൾക്ക് നല്ലതിനല്ല എന്ന് പറയുന്നുണ്ട്. കാദംബരിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശൻ അവർ മുമ്പേ പറയുകയാണ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഒരുത്തവൾ പോയിട്ടുണ്ടല്ലോ, അവളെന്തിയേ, അവൾ ആരുടെയും തോളി ചാഞ്ഞ് കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ അവിടെയുള്ള സെയിൽസ് ഗേളിനോട് പറയുന്നുണ്ട്, സ്വന്തം മോളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം പ്രകാശൻ പെട്ടെന്ന് പറയുകയാണ്, സ്വന്തം മോളോ, എനിക്ക് ഒറ്റൊരു മോളേ ഉള്ളൂ, അത് ഈ കാർത്തിക മോള എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് കാദംബരിയും പറയുന്നുണ്ട് കാർത്തിയോട്, നിങ്ങളെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ, ഇങ്ങനെ തന്നെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ എന്നൊക്കെ പറയുവാണ്. കാർത്തികയ്ക്ക് ഇവരെ കാണുമ്പോൾ വിഷമമുണ്ടെങ്കിലും ഒന്നും കാണിക്കാതെ മറച്ചു പിടിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബില്ലെടുത്തിട്ട് പ്രകാശം പറയാം, 1,65,000 ആയുള്ളല്ലേ മോളെ, നമുക്കിതൊന്നും നിസ്സാരമല്ലേ എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് കിരൺ ബില്ലടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും സ്കെയിൽ പറയുന്നുണ്ട്, ആരോ ഓൾറെഡി അടച്ചിട്ടുണ്ട്, ആരാന്നറിയില്ല, നിങ്ങളുടെ ബില്ല് കംപ്ലീറ്റഡ് ആ സാറെന്ന് പറയും. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ചിലപ്പോൾ അച്ഛനായിരിക്കും, നമ്മളിങ്ങോട്ട് ഷോപ്പിങ്ങിന് വരുവാന്ന് പറഞ്ഞല്ലോ, അവിടെ അച്ഛൻ നേരത്തെ അടച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് സാധനമൊക്കെ മേടിച്ച് അവരും അവിടുന്ന് സന്തോഷത്തോടുകൂടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മീനെയാണ്. ലക്ഷ്മിക്ക് നമ്മുടെ കാർത്തിക പ്രകാശൻ സെലക്ട് ചെയ്ത സാരി കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. സാരി തുറന്ന് കാണുമ്പോഴേ ലക്ഷ്മി പറയുന്നുണ്ട്, ഈ കളർ എനിക്ക് ഇഷ്ടമില്ല എന്നറിയത്തില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ മേടിച്ചതല്ല, അങ്ങേര് മേടിച്ചതെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി വലിച്ചൊറ്റ എറിയുവാണ് കേട്ടോ. മോളെ വയറ്റിലായിരുന്ന സമയത്ത് ഓണത്തിന് അങ്ങേര് എന്നെ കൊണ്ട് അനുഭവിപ്പിച്ചൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, കളർ സെലക്ട് ചെയ്ത് അങ്ങേരാന്നേ ഉള്ളൂ, കാശ് കൊടുത്ത് ഞാനല്ലേ അമ്മേ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, എന്നാലും വേണ്ട, അവൻ തൊട്ടൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, മകനെ അവിടുത്തെ MD ആക്കിയതിൻ്റെ സന്തോഷത്തിലാണ്, അവർ രണ്ടുപേരും അർമാദിക്കട്ടെ, എടുത്ത് നമുക്ക് താഴോട്ട് ഇടേണ്ട ഒരു നിമിഷം വരും, അപ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും അതൊരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെ ആയിരിക്കും അമ്മേ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക അവിടെ നിന്ന് നേരെ പ്രകാശിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് പ്രകാശിനോട് പറയുക, ഇന്ന് രാവിലത്തെ കൊറിയറിന് വന്ന അമ്മ അച്ഛന് വേണ്ടി അയച്ച ഷർട്ടാ നോക്ക് എന്ന് പറയുവാണ് കേട്ടോ. ആ ഷർട്ടൊക്കെ മേടിച്ച് പ്രകാശിന് ഭയങ്കര സന്തോഷമാവുകയാണ്. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, ഇനിയിപ്പം രണ്ടാനമ്മയെക്കാളും സുന്ദരിയായിരിക്കും എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശം പെട്ടെന്ന് ഞെട്ടുവാണ്, രണ്ടാനമ്മയോ, ഇവക്കെല്ലാം കഥ അറിയാവോ എന്നുള്ള രീതിയിൽ ഞെട്ടിപ്പോകുമ്പോൾ പറയാണ്, അല്ല എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണിയുടെ അമ്മ രണ്ടാനമ്മയായിരിക്കുമല്ലോ, അതാ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ്. അതേ മോളെ, അവൾ രണ്ടാനമ്മയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല, 2ാം ഭാര്യയായിട്ട് പോലും അവൾ ഉണ്ടാവുകയല്ല എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പ്രകാശൻ അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ ഷർട്ടൊക്കെ നോക്കി പോവാണ്. താൻ സന്തോഷിക്കടോ, തനിക്കിട്ടുള്ള പണി ഞാൻ തരുന്നേ ഉള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാർത്തികേയനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.